നീ അമ്മനെ വിളിച്ചില്ലേ? ഞാൻ 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ എടുത്തില്ല. അപ്പൊ തെച്ചു നിനക്കൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? ആളെന്തേലും തിരക്കിലായിരിക്കും. അപ്പൊ നിങ്ങളുടെ അമ്മയ്ക്ക് മിസ് കോള് കണ്ടാ എന്നെ തിരിച്ചു വിളിച്ചു. ഈ മൂത്തവരോട് എന്തിനാ ഈഗോ കാണിക്കാൻ നിൽക്കണം? നിനക്കൊന്ന് തിരിച്ചു വിളിക്കായിരുന്നില്ലേ? ഉവ്വേ, നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയായി? 8 കൊല്ലായില്ലേ? എന്തെങ്കിലും ഒരു ദിവസം കണ്ണേട്ടൻ എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അമ്മോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ അഡ്വൈസ് ചെയ്യാനൊക്കെ വേഗരിക്കും. ആദ്യം അവനവനത് ഫോളോ ചെയ്യണ്ടോന്ന് അറിഞ്ഞിട്ട് മറ്റുള്ളവരെ ഉപദേശിച്ചാൽ മതി കേട്ടാ. സംഭവം ശരിയാ, എന്റെ ഭാഗത്ത് തെറ്റി. ഞാൻ ശരിക്ക് വിളിച്ച് സംസാരിക്കുന്നതായിരുന്നു. എന്താ നിന്റെ പ്രശ്നം? ഇത്ര നാളായിട്ട് നിന്റെ അമ്മനെ വിളിച്ചില്ല എന്നുള്ളതല്ലേ? അല്ല ഇപ്പൊ തന്നെ ഞാൻ വിളിക്കാം. ഓക്കെ, അത് പറയാം. അത് മതി. ഹലോ. അമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. രാവിലെ ബ്രെഡ് വെച്ചു. ഉച്ചക്ക് അവള് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാന്ന് പറയുന്നത് കേട്ടു. അവള് ഇപ്പൊ എനിക്കുള്ള 12 മണി എന്റെ ഇപ്പൊ. എന്ത് 5:30 അവള് എണീറ്റ് എല്ലാം ചോറും കറിയൊക്കെ വെച്ചു എന്ന് പറഞ്ഞ. നന്നായി. ഇത്ര നാള് വിളിക്കാതിരുന്ന മണ്ടത്തരായി. എനിക്ക് നമ്മോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാണ്ട്. ഏത് സമയത്താണാവോ ഇങ്ങനെയൊക്കെ പറയാൻ പെട്ടു, ആകെ പെട്ടു.